ഖബറിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും തീർന്ന് എന്ന് ഷാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഷാഫി ഇമാമ് അബൂ ഹനീഫ ഇമാമിനെ കണ്ടിട്ടില്ല. അബൂ ഹനീഫ ഇമാമ് വഫാത്തായ ദിവസമാണ് ഷാഫി ഇമാമ് ജനിച്ചത് തന്നെ. രണ്ടും ഒരു ദിവസമാണ്. ഷാഫി ഇമാമ് ജനിച്ചതും അബൂ ഹനീഫ ഇമാമ് വഫാത്തായത് ഒറ്റ ദിവസം. അബൂ ഹനീഫ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. കാണാത്ത ഷാഫി ഇമാമ് ഇമാമൽ ആകും അബൂ ഹനീഫ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് കാര്യങ്ങൾ എളുപ്പമാകാറുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ അത് മഷൂറായ തരമാണ്. അയളമിയ എന്നാണ് ഇമാം അബൂ ഹനീഫ തങ്ങളെ സിയാറത്തിന്റെ തരത്തിന്റെ പേര് തന്നെ അയളമിയ. അയളമിയ അയളമിയ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ വരെ അവിടെ ഉണ്ടായിത്തരും. ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങളുടെ പേരുണ്ട്. ആ സ്ഥലത്തിന് അഅ്ളമിയ്യ എന്ന പേരായി. അപ്പോൾ ഓട്ടോറിക്ഷക്കാരിട്ട് എവിടെ പോകണം, അഅ്ളമിയ്യ പോകണം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിറക്കി തരും. അത്രയും മഹത്വമായ സ്ഥലമാണ്. ഷാഫി ഇമാമ് വരെ അവരെ സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു എന്ന് പറയുമ്പോൾ സിയാറത്തിന്റെ മഹത്വം അത് ചെറുതൊന്നല്ല, വളരെ വലുതായി. അപ്പോൾ അത് തന്നെയാണല്ലോ ലോകത്ത് എന്തെല്ലാം കൂട്ടര് പറഞ്ഞിട്ടും അതൊക്കെ മനുഷ്യ തിരിക്കൊള്ളാതെ ലക്ഷോപലക്ഷം ആളുകൾ മദീന മലമുറയിൽ അവരുടെ സിയാറത്ത് നടത്തുകയും അതുപോലെ തന്നെ ഇവിടെ പണ്ട് യുദ്ധം കണ്ട കാലത്ത് എത്രയോ പീരങ്കികളും അതെല്ലാം വിട്ടിട്ടു. ഈ കെട്ടിടത്തിനും ഈ പള്ളിക്കും നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാവരുടെയും മതത്തെ കൊണ്ട് അതുപോലെ ഇവിടെ യാത്ര ചെയ്യാനുള്ള വേറെ സ്ഥലങ്ങളുണ്ട്. ജനങ്ങൾ ബാദാദി അള്ളാഹുവിന്റെ സ്ഥലം ഇവിടെയാണ്. വേറെ കുറെ അമ്പിയാക്കന്മാരുടെ കബറുകളുണ്ട്. സൽമാൻ ഇതിന്റെ പള്ളി കൊണ്ട് നോക്കിയാൽ തന്നെ കാണാൻ ഒന്നിന്റെ മുകളാണ്. ഇത്രയും അടുത്താണ്. അതേ സൽമാനി അവരൊക്കെ ഇവിടെയാവുന്നത്. അഹമ്മദ് ബിൻ ഹംബൽ അഹമ്മദുകൾക്ക് പേരിട്ട് പാടി ഈ നാട്ടിൽ തന്നെയാണ്. പക്ഷെ കുറച്ച് ദൂരമാണ്. നാളെ പോകാൻ കഴിയുന്നവല്ല. മുംബൈയിലാണ്, നജഫിലാണ്. അവിടെ പോകാനൊന്നും നാളെ സമയം കിട്ടുമെന്നറിയാം. ഇവിടെയൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്നവരും ചെയ്യാത്ത കുറെ ആളുകളും ഉണ്ട്. പഴയ ആളുകളുമുണ്ട്. പിന്നെ അല്ലാഹുതആല അവരുടെ എല്ലാവരുടെയും ബർക്കത്ത് ലോകങ്ങളെ താമസിക്കാൻ നയിക്കുന്നവരെ നമുക്ക് വിവാഹത്ത് ചെയ്ത് ജീവിക്കാനും കഴിക്കുന്ന സമയത്ത് ഈമാൻ തരാമത്ത് നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിച്ചുപോയ ആളുകൾ ഖബറിനോട് കിടക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ഖബറിൽ നല്ല പൊരുത്തം കൊടുക്കട്ടെ.